ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൂക്കാം കായ്ക്കാം. ഇതിലൊരു സ്കൂളിലെ പൂന്തോട്ടത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പൂക്കൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചേക്കുന്നത്. എല്ലാ പൂക്കളും ഒരുപോലെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെടുന്നത്? മണത്തിലും ഗുണത്തിലും. മണത്തിൽ, പിന്നെ ആകൃതിയിൽ, ഇതളുകളുടെ എണ്ണം, ഇതളുകളുടെ വലിപ്പം, അതിൻ്റെ എല്ലാം വ്യത്യാസത്തിൽ ഓരോ പൂക്കളും വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി പൂക്കളുടെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പൂക്കളുടെ ഇവിടെ ഒരു പൂവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്താണ്? പൂവിൻ്റെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പൂവിനെ തണ്ടുമായി ബന്ധപ്പെടുന്നതാണ് പൂഞ്ഞെട്ട്. ഇനി അടുത്ത പുഷ്പാസനം എന്താണ്? പുഷ്പാസനം എന്ന് പറഞ്ഞാൽ പൂവിനെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ്. പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് പുഷ്പാസനം. അടുത്ത വിതളപുടം എന്താണ്? ദളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് ദളപുടം എന്ന് പറയുന്നത്. വിതളപുടം എന്താണ്? വിതളങ്ങൾ ചേർന്ന് ഉണ്ടാവുന്നതാണ് വിതളപുടം എന്ന് പറയുന്നത്. പൂമൊട്ടിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നതാണ് വിതളപുടം. ഈ ദളപുടം എന്താ? ദളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. അടുത്ത കേസരപുടം എന്താണ്? കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഈ കേസരപുടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ജനിപുടം എന്താണ്? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിപുടത്തിൽ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകും. അപ്പോൾ പൂഞ്ഞെട്ട് എന്താണ്? പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട്. പുഷ്പാസനം പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ഭാഗമാണ് പുഷ്പാസനം. വിതളപുടം എന്ന് വെച്ചാൽ വിതളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണ്. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഈ ദളപുടം എന്താണ്? ദളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു. പൂവിന് ആകർഷണവും ഭംഗിയും ഒക്കെ നൽകുന്നത് ഈ ദളപുടമാണ്. ഇനി കേസരങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. അടുത്ത ജനിപുടം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗം. ജനിപുടത്തിൽ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകാം. ഇനി എന്താണ് പൂർണ്ണ പുഷ്പം എന്ന് നോക്കാം. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൻ്റെ പ്രധാനമായും കാണപ്പെടുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. വിതളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൻ്റെ പ്രധാനമായ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇതെല്ലാം ചേരുന്നതാണ് പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്. ഇനി പൂക്കാത്ത സസ്യങ്ങൾ. എല്ലാ ചെടികളും പുഷ്പിക്കുമോ? പൂക്കാത്ത ചെടികൾ നിങ്ങളുടെ ചുറ്റുപാടുമില്ല. എന്തൊക്കെയായിരിക്കും സസ്യലോകത്ത് പൂക്കാത്തത്? പൈന്, സൈക്കസ്, പിന്നെ പന്നൽ, കറ്റാർവാഴ പക്ഷേ പൂക്കും വർഷത്തിലൊരിക്കലോ മറ്റോ. പിന്നെ മണി പ്ലാന്റ് പൂക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണ് പൂക്കാത്ത ചെടികൾക്ക് എക്സാമ്പിൾ. നീലക്കുറിഞ്ഞി നോക്കാം. നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. ഇനി പൂവിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം. പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു. പിന്നെ ഫലത്തിനുള്ളിൽ വിത്ത് വികസിക്കുന്നു. പിന്നെ വിത്തിൽ നിന്നും ഒരു പുതിയ ചെടി ഉണ്ടാകുന്നു. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്.
ഇനി പൂക്കളിലെ പ്രത്യുൽപാദനം നോക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ കേസരപുടം, ജനിപുടം എന്നിവ ചെമ്പരത്തിപ്പൂവിൻ്റെ കേസരപുടം, ജനിപുടം എന്നിവയാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അതിൽ കേസരത്തിലുള്ള പരാഗി, തന്തുകം, ജനിക്കകത്തോ പരാഗണ സ്ഥലം, പിന്നെ ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂള്, ഇത്രയും ഭാഗങ്ങളാണുള്ളത്. ഓരോന്ന് നോക്കാം. കേസരപുടം, കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം അഥവാ ഫിലമെന്റ്, പരാഗി എന്നീ ഭാഗങ്ങളാണുള്ളത്. കേസരപുടത്തിന് തന്തുകം, പരാഗി എന്നീ 2 ഭാഗങ്ങളാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ്? തന്തുകം അഥവാ ഫിലമെന്റ്, പിന്നെ പരാഗി അഥവാ ആന്തർ, ഇവയാണുള്ളത്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ അഥവാ ആൺബീജകോശം വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ഇനി ജനിപുടം എന്താണ്? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ, ജനിതണ്ട്, സ്റ്റൈല്, അണ്ഡാശയം, ഓവറി എന്നീ ഭാഗങ്ങളുണ്ട്. ജനിയിൽ എന്തൊക്കെയുണ്ട്? പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളാണുള്ളത്. അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിനകത്താണ് പെൺബീജകോശം അഥവാ അണ്ഡം കാണപ്പെടുന്നത്. ജനിപുടം എന്തായിരുന്നു? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ഇനി ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാകുമോ? ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാകുന്ന പൂക്കൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ചെമ്പകപ്പൂവ്, പിന്നെ താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, പിന്നെ അരണമരപ്പൂവ്, ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്. ഇതൊക്കെ ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്നതാണ്. ഇനി വെണ്ടയും മത്തനും തമ്മിൽ അതിൻ്റെ പൂക്കൾ നിരീക്ഷിക്കൂ. വെണ്ടയിലാണെങ്കിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെ കാണപ്പെടുന്നു. മത്തനിലാണെങ്കിലോ 2 വ്യത്യസ്ത പൂക്കളിലാണ് കാണപ്പെടുന്നത്, കേസരപുടവും ജനിപുടവും. ഇങ്ങനെയുള്ള ചെടികളെ എന്താ പറയുന്നത്? ഏകലിംഗ പുഷ്പങ്ങളെന്നും ദ്വിലിംഗ പുഷ്പങ്ങളെന്നും പറയുന്നു. അതായത് കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതിനെ ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ് പാവല്, മത്തൻ, വെള്ളരി, പപ്പായ ഇതിൻ്റെയൊക്കെ പൂക്കളിൽ ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്വിലിംഗ പുഷ്പമാണെങ്കിൽ ചെമ്പരത്തി, വഴുതന, തക്കാളി, വെണ്ട ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ചെടികളിലും ആണും പെണ്ണും. ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. അപ്പം ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്നതിനെ ആൺ സസ്യമെന്നും പെൺപൂക്കൾ മാത്രം കാണുന്നതിനെ പെൺ സസ്യങ്ങൾ എന്നും പറയാം. ഇനി ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഇനി ഇത് രണ്ടും ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവ. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയൊക്കെ ദ്വിലിംഗ സസ്യങ്ങളാണ്. ഇനി അടുത്ത പരാഗണം അഥവാ പോളിനേഷൻ. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം അഥവാ പോളിനേഷൻ എന്ന് പറയുന്നത്.
ഇനി ഈ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിനെയാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. അതിൽ പ്രാണികൾ, പക്ഷികൾ, ജലം, കാറ്റ് എന്നിവയൊക്കെ പരാഗണകാരികളായിട്ട് വരാം. നോക്കൂ, ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഇതിലൊരു കിളിയുടെയും ചിത്രശലഭത്തിൻ്റെ, ഇതൊക്കെ പരാഗണകാരികളാണ്. കുഞ്ഞിക്കിളിയും ചിത്രശലഭങ്ങളുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? ചില പൂക്കൾക്ക് നല്ല സുഗന്ധം ഉണ്ടായിരിക്കും, അത് പ്രാണികളെ ആകർഷിക്കും. പിന്നെ ചില പൂക്കൾക്ക് ദുർഗന്ധമായിരിക്കും, ഇത് ഈച്ചയൊക്കെ ആകർഷിക്കുന്ന ഇടയാക്കും. പിന്നെ ചെറിയ പൂക്കൾ കൂട്ടമായി പൂങ്കുലകളായി വളർന്ന് പരാഗണകാരികളെ ഇങ്ങനെ ആകർഷിക്കും. ചില പൂക്കളുടെ ചുറ്റുമുള്ള ഇലകൾ നിറം മാറി പൂവിനെ പോലെ തോന്നുന്നു, പരാഗണകാരികളെ അതും ആകർഷിക്കുന്നു. ഇനി പരാഗണം എങ്ങനെയാണ് നടക്കുന്നത്? പ്രാണികളും പക്ഷികളും തേൻ ശേഖരിക്കുമ്പോൾ ഒരു പൂവിൻ്റെ പരാഗരേണുക്കൾ മറ്റൊരു പൂവിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അതുവഴി പരാഗണം നടക്കുന്നു. ഇനി സ്വപരാഗണവും പരപരാഗണവും ഉണ്ട്. സ്വപരാഗണം എന്താണ്? ഒരു പൂവിൻ്റെ പരാഗണ രേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. സ്വപരാഗണം എന്ന് വെച്ചാൽ ഒരു പൂവിൻ്റെ പരാഗണ രേണുക്കൾ തന്നെ അതേ പൂവിലോ അല്ലെങ്കിൽ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ ആ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പൂവിൽ നിന്ന് പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം. ഇനി വാനിലയുടെ നോക്കാം. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് വാനില. ഈ സസ്യത്തിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയിലാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. ഇനി പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗ അവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അവക്കാഡോയിൽ ജനിപുടത്തിൻ്റെയും കേസരത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. മേന്തോന്നിയിൽ സ്വപരാഗണം തടയുന്നതിനായി കേസരവും ജനിപുടവും രണ്ട് ദിശയിൽ കാണപ്പെടുന്നു. ഇനി നമ്മുടെ ഈ കുരുമുളകിൽ എങ്ങനെയാണ്? ഞങ്ങളെ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ്. ജലം ഒരു പരാഗണകാരിയായിട്ട് പ്രവർത്തിക്കുന്നു. കുരുമുളകിൽ മഴയാണ്. കുരുമുളകിന് മഴ ലഭിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം അതാണ്. ഇനി അടുത്തത് ഈ നെല്ലിനാണെങ്കിൽ കാറ്റാണ് പരാഗണരേണുക്കളെ വഹിച്ചുകൊണ്ട് പോയി പരാഗണം നടത്തുന്നത്. ഇനി ബീജസങ്കലനം. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന അഥവാ സൈഗോട്ട് ആവുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഇപ്പോൾ പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഇനി ബീജസങ്കലനത്തിന് ശേഷം തക്കാളിയുടെ പൂവിനുണ്ടായ മാറ്റമാണ് ഈ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത്. ബീജസങ്കലനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? സിക്താണ്ഡം ഭ്രൂണവുമായും ഒവ്യൂള് വിത്തായും അണ്ഡാശയം എന്തായിട്ട് മാറും? ഫലമായി മാറുന്നു. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം അതായത് ഈ സൈഗോട്ട് എന്തായി മാറുന്നു? ഭ്രൂണമായും ഒവ്യൂള് വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു.
ഇനി ഫലങ്ങൾ. ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. അപ്പം ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. അണ്ഡാശയത്തിന്റെ എണ്ണവും ഫലത്തിന്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഫലത്തെ തന്നെ ലഘുഫലം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിന് ലഘുഫലം എന്ന് പറയുന്നു. ലഘുഫലങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെ? ഒരു ഫലം ഉണ്ടാകുന്നതിന്, അതായത് ലഘുഫലത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പാവല്, പടവലം അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം സീതപ്പഴത്തിൻ്റെ പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ട്. അപ്പം സീതപ്പഴം എന്തിന് എക്സാമ്പിളാണ്? പുഞ്ചഫലത്തിന് ഉദാഹരണമാണ്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയം ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകാമെന്ന് മനസ്സിലായില്ലേ? ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് പുഞ്ചഫലം അഥവാ അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സീതപ്പഴം പുഞ്ചഫലത്തിന് എക്സാമ്പിളാണ്. പുഞ്ചഫലങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ കണ്ടുപിടിക്കാനെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഈ ബെറീസ് ഒക്കെ പുഞ്ചഫലത്തിന് എക്സാമ്പിളാണ്. സ്ട്രോബെറി, മൾബറി ഒക്കെ പുഞ്ചഫലമാണ്. അടുത്ത സംയുക്ത ഫലം എന്താണ്? ഒരു പൂങ്കുലയിൽ സംയുക്ത ഫലം ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാകുന്നതിനെയാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൈതച്ചക്കയും ആഞ്ഞിലിച്ചക്കയും. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്കയൊക്കെ ഈ സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. പ്ലാവിൻ്റെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നു. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാകുന്നതാണ് സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ സംയുക്ത ഫലങ്ങളാണ്. അടുത്ത കപടഫലങ്ങൾ. കപടഫലങ്ങൾ സ്യൂഡോ ഫ്രൂട്ട്സ്. നാം കാണുന്ന എല്ലാ ഫലങ്ങളും അണ്ഡാശയം വളർന്നാണോ ഉണ്ടാകുന്നത്? അണ്ഡാശയം വളർന്നാണ് സാധാരണ ഫലങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. കശുമാങ്ങയുടെ കാര്യത്തിലും അങ്ങനെയാണോ? നോക്കാം. ഏത് ഭാഗമാണ് കശുമാങ്ങയുടെ ഫലം? ഏത് ഭാഗമാണ് കശുമാങ്ങയിൽ ഫലം പോലെ ആയത്? സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ഡാശയം അല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നുണ്ട്. ഇവയാണ് കപടഫലങ്ങൾ എന്ന് പറയുന്നത്. കശുമാങ്ങയിൽ പൂഞ്ഞെട്ട് വളർന്നാണ് ഫലമുണ്ടാകുന്നത്. കപടഫലങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക. എന്തൊക്കെ? സബർജില്ലി, ആപ്പിള്, അങ്ങനെ അതൊക്കെയാണെങ്കിൽ ഈ കപടഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങ, കൈതച്ചക്ക, പപ്പായ, സീതപ്പഴം, കശുമാങ്ങ, സ്ട്രോബെറി, പേരയ്ക്ക, ചാമ്പയ്ക്ക, അരണമരക്കായ, ആപ്പിൾ, ശീമക്കായ. ഇതിനെ ഇങ്ങനെ പട്ടികപ്പെടുത്താനെന്നാണ് പറയുന്നത്. ലഘുഫലങ്ങൾ ഏതൊക്കെയായിരുന്നു ഇതിനകത്ത്? പേരയ്ക്ക, മാങ്ങ, മുന്തിരി ഒക്കെ വരുന്ന എന്തിലാണ്? ലഘുഫലങ്ങളിലാണ് വരുന്നത്. മത്തൻ ഒക്കെ ലഘുഫലമാണ്. ഇനി പുഞ്ചഫലങ്ങൾക്ക് എക്സാമ്പിളാണ് സീതപ്പഴം, ആത്തയ്ക്ക, മുള്ളാത്ത, പിന്നെ സ്ട്രോബെറി, അരണമരക്കായൊക്കെ പുഞ്ചഫലമാണ്. ഇനി സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് മൾബറി, ശീമച്ചക്ക, ആഞ്ഞിലിച്ചക്കയൊക്കെ. കപടഫലമാണെങ്കിൽ ആപ്പിള്, കശുമാങ്ങ, ചാമ്പയ്ക്ക, സബർജെല്ലിയൊക്കെ. അടുത്ത എന്താണ്? വിത്തില്ലാ ഫലങ്ങൾ. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാകുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ്
ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്ത് ഉണ്ടാവാറില്ല. ഇതിനെയാണ് പാർത്തനോകാർപ്പി എന്ന് ഈ പ്രതിഭാസം അറിയപ്പെടുന്നു. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്. കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായി നാം വികസിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? പാർത്തനോകാർപ്പി. ബീജസങ്കലനം നടക്കാതെ അണ്ഡാശയം ഫലമായി മാറുന്ന പ്രവർത്തനമാണ്. ഇനി പുഷ്പകൃഷി അതിനെ എന്ത് പറയുന്നത്? ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതിനെയാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഇനി ആന്തൂറിയം. പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള സസ്യമാണ് ആന്തൂറിയം. ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്ന് പറയുന്നത്. പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം അഥവാ ബ്രാക്ട്സ് എന്നാണ് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രത്തിന്റെ ധർമ്മം. വാഴ, ബൊഗെയിൻവില്ല എന്നീ സസ്യങ്ങളും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും. സഹപത്രം ഉള്ള ചെടികൾക്ക് ഉദാഹരണം ഇതൊക്കെയാണ്: ആന്തൂറിയം, പിന്നെ ബൊഗെയിൻവില്ല, വാഴ. അതൊക്കെ പൂക്കൾ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചകൾ മാത്രമല്ലെന്നും അതിൽ നിന്ന് പല പ്രയോജനങ്ങളും ഉണ്ടെന്നും മനസ്സിലായില്ലേ? വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളുടെ അംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാന ധർമ്മം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്രയായിരുന്നു ഈ ചാപ്റ്റർ. ഇതിനകത്ത് ഫലങ്ങൾ, കപടഫലം, പുഞ്ചഫലം, സംയുക്തഫലം, ഇതിനൊക്കെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതി പെടുന്നു എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ലഘുഫലത്തിന് എക്സാമ്പിൾ, ലഘുഫലത്തിന് ഉദാഹരണം ഇത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനെന്നൊക്കെ ചോദിക്കും. അപ്പം അതൊക്കെ പഠിക്കണം. പിന്നെ സ്വപരാഗണം, പരപരാഗണം അതൊക്കെ നോക്കണം. ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പത്തിനൊക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നും ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. താങ്ക് യു.